ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഡയറി ടെക്നോളജിയിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ദ സ്റ്റീം കണ്ടെയ്ൻസ് മോയ്സ്ചർ ഈസ് ഇൻ സസ്പെൻഷൻ ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. ഓക്കെ, എന്താണ് സ്റ്റീമിൽ മോയ്സ്ചർ ഉണ്ട് ഇപ്പോൾ സസ്പെൻഷനിൽ എന്നുണ്ടെങ്കിൽ അതിനെന്താണ് പറയുന്നത്? ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്നാണോ, ഡ്രൈ സ്റ്റീം എന്നാണോ, വെറ്റ് സ്റ്റീം എന്നാണോ, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്നാണോ? ആൻസർ വെറ്റ് സ്റ്റീമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ വെൻ ദ സ്റ്റീം കണ്ടെയ്ൻസ് മോയ്സ്ചർ ഇൻ സസ്പെൻഷൻ ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? വെറ്റ് സ്റ്റീം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് വിത്ത് റിഗാർഡ് ടു എ റെഫ്രിജറൻറ്റ്. ഒരു റെഫ്രിജറൻറ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് തെറ്റായ പ്രസ്താവന എന്ന് നോക്കാം. റെഫ്രിജറൻറ്റ് ഷുഡ് നോട്ട് ഡീകമ്പോസ് അറ്റ് എനി ടെമ്പറേച്ചർ നോർമലി എൻകൗണ്ടേർഡ്. റെഫ്രിജറൻറ്റ് ഷുഡ് possess high thermal conductivity. The electrical resistance of a refrigerant is important. Liquid and vapor refrigerant should have high viscosity. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നേക്കുന്നത്? റെഫ്രിജറൻറ്റ് ഷുഡ് നോട്ട് ഡീകമ്പോസ്. റെഫ്രിജറൻറ്റ് ഡീകമ്പോസ് ചെയ്യാൻ പാടില്ല ഏത് ടെമ്പറേച്ചറിലും. ഓക്കെ, അതാണ് ഫസ്റ്റ്. അപ്പോൾ അത് എന്താണ് ശരിയായിട്ടുള്ള ഓപ്ഷനാണ് അല്ലേ? അപ്പോൾ അവർ നമ്മളോട് ഫോൾസ് ഏതാണെന്നാണ് ചോദിച്ചേക്കണം. അങ്ങനെ വരുമ്പോൾ അത് മാർക്ക് ചെയ്യുക, കാരണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ, റെഫ്രിജറൻറ്റ് ഷുഡ് പോസസ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. റെഫ്രിജറൻറ്റിന് എന്താണ്? ഹൈ ആയിട്ടുള്ള തെർമൽ കണ്ടക്ടിവിറ്റി, ചൂടിനെ കടത്തിവിടാനായിട്ട് പറ്റണം എന്ന്. അപ്പോൾ അതും ശരിയായിട്ടുള്ള ഇതാണ്. നെക്സ്റ്റ്, ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ റെഫ്രിജറൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, റെഫ്രിജറൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ അതിൽ തെറ്റായത് ഏതാണ്? ലിക്വിഡ് ആൻഡ് വേപ്പർ റെഫ്രിജറൻറ്റ് ഷുഡ് ഹാവ് ഹൈ വിസ്കോസിറ്റി. ലിക്വിഡ് രീതിയിലുള്ളതും വേപ്പർ രീതിയിലുള്ള റെഫ്രിജറൻറ്റിന് ഹൈ വിസ്കോസിറ്റി ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, എ ലാർജ് ഇൻക്രീസ് ഇൻ ഡെപ്പോസിറ്റ് ഫോർമേഷൻ ഡ്യൂറിങ് മിൽക്ക് പ്രോസസ്സിംഗ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഡാഷ്. ലാർജ് ഇൻക്രീസ് ഇൻ ഡെപ്പോസിറ്റ് ഫോർമേഷൻ ഡ്യൂറിങ് മിൽക്ക് പ്രോസസ്സിംഗ്. മിൽക്കിൻ്റെ പ്രോസസ്സിങ്ങിൽ ഡെപ്പോസിറ്റ് ഫോർമേഷൻ കൂടുന്നത് എപ്പോഴാണ്? ഇഫ് പി എച്ച് വാല്യൂ ഈസ് ലോവേർഡ് ഫ്രം 6.8 to 6.4. അതിൻ്റെ പി എച്ച് വാല്യൂ നമ്മൾ 6.8 നിന്നും 6.4 കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? മിൽക്ക് പ്രോസസ്സിങ്ങിൽ ലാർജ് ഇൻക്രീസ് ഉണ്ടാവും. എന്തിൽ? ഡെപ്പോസിറ്റ് ഫോർമേഷനിൽ അതിൻ്റെ അളവ് കൂടാനായിട്ട് കാരണമാവുന്നത് എപ്പോഴാണ്? പി എച്ച് വാല്യൂ നമ്മൾ 6.8 നിന്ന് 6.4 കുറയ്ക്കുമ്പോൾ. നെക്സ്റ്റ്, ദ ടൈപ്പ് ഓഫ് കൊറോഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ടു ഡിഫറെൻറ്റ് മെറ്റൽസ് ആർ ഇൻ കോണ്ടാക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കണ്ടക്റ്റീവ് സൊല്യൂഷൻ. ഏത് ടൈപ്പ് ഓഫ് കൊറോഷനാണ് സംഭവിക്കുന്നത്? രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ. എന്തിൻ്റെ പ്രസൻസിൽ? ഇൻ ദ പ്രസൻസ് ഓഫ് കണ്ടക്റ്റീവ് സൊല്യൂഷൻ. എന്താണ് സംഭവിക്കുന്നത്? ഗാൽവാനിക് കൊറോഷനാണ് ഉണ്ടാവുന്നത്. ഗാൽവാനിക് കൊറോഷൻ, പിറ്റിംഗ് കൊറോഷനല്ല, ഗ്രാനുലാർ കൊറോഷനല്ല, ക്രീവൈസ് കൊറോഷനല്ല. ആൻസർ ഏതാണ്? ഗാൽവാനിക് കൊറോഷനാണ്. രണ്ട് ഡിഫറെൻറ്റ് മെറ്റൽസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ, എന്തിൻ്റെ പ്രസൻസിൽ? കണ്ടക്റ്റീവ് സൊല്യൂഷൻ്റെ പ്രസൻസിൽ രണ്ട് മെറ്റൽസ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കൊറോഷനാണ് ഗാൽവാനിക് കൊറോഷൻ. Next, which of the following packaging material can be used in a wide temperature range of minus 50 degrees Celsius to positive 150 degrees Celsius and has impermeability to odors? ഏതാണ്? ഏത് പാക്കേജിങ് മെറ്റീരിയലാണ് നമുക്ക് ഒരു വലിയ ടെമ്പറേച്ചർ -50 ഡിഗ്രി തൊട്ടിട്ട് 150 ഡിഗ്രി സെൽഷ്യസ് വരെയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? അതിന് ഓർഡേഴ്സിന് എന്താണ് ഇംപെർമിയബിലിറ്റി ഉള്ളത്? ഏതായിരുന്നു? പോളിസ്റ്റർ ആണോ, പോളിയമൈഡ് ആണോ, പോളിത്തീൻ ആണോ, പോളികാർബണേറ്റ് ആണോ? ആൻസർ ഈസ് എ, പോളിസ്റ്റർ. ഓക്കെ, ഈ പോളിസ്റ്റർ പാക്കേജിങ് മെറ്റീരിയലാണ് നമുക്ക് വൈഡ് ടെമ്പറേച്ചേഴ്സിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ഇവാപ്പറേഷൻ ഇൻ വിച്ച് ദ പ്രോസസ് കോസ്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ റെഡ്യൂസിങ് ദ സ്റ്റീം കൺസപ്ഷൻ. ഏത് ടൈപ്പ് ഇവാപ്പറേഷനിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ? സ്റ്റീം കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്റർ ആണോ, പ്ലേറ്റ് ഇവാപ്പറേറ്റർ ആണോ, അടുത്തത് സർക്കുലേഷൻ ഇവാപ്പറേറ്റർ ആണോ, ഹൊറിസോണ്ടൽ ട്യൂബ് ഇവാപ്പറേറ്റർ ആണോ? ഓപ്ഷൻ എ മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്റർ ആണ് അല്ലേ. അപ്പോൾ ഈ ടൈപ്പ് ഇവാപ്പറേഷനിൽ ആണ് എന്ത് മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്ററിലാണ് പ്രോസസ് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെ? സ്റ്റീം കൺസപ്ഷൻ കുറച്ചിട്ട് പ്രോസസ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്ററിലാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. ഇങ്ങനെ നോട്ടൊക്കെ കാണുമ്പോൾ അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്, അത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ ദ കേസ് ഓഫ് ഡ്രം ഡ്രൈയിങ്. ഡ്രം ഡ്രൈയിങ്ങിൻ്റെ കേസിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം അല്ലേ. ഡ്രം ഡ്രൈയിങ് റിക്വയേഴ്സ് ലെസ് സ്പേസ് ദാൻ സ്പ്രേ ഡ്രൈയിങ്. സ്പ്രേ ഡ്രൈയിങ്ങിനേക്കാൾ വളരെ കുറവ് സ്പേസ് മതി ഡ്രം ഡ്രൈയിങ്ങിന്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മളോട് ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. The flavor of the product is not affected by drum drying. പ്രൊഡക്റ്റിൻ്റെ ഫ്ലേവർ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഡ്രം ഡ്രൈയിങ്ങിൽ. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. നെക്സ്റ്റ്, അലോയ് സ്റ്റീൽ ആൻഡ് നിക്കൽ പ്ലേറ്റ് സ്റ്റീൽ ക്യാൻ ബി യൂസ്ഡ് ആസ് എ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ. അപ്പോൾ അതും ശരിയായിട്ടുള്ളതാണ്. അലോയിൻ്റെ സ്റ്റീലോ അല്ലെങ്കിൽ നിക്കൽ പ്ലേറ്റ് സ്റ്റീലോ നമുക്ക് അത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കാം. ദ സോളിബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് മച്ച് ലോവർ ഇൻ ഡ്രം ഡ്രൈയിങ്. ഡ്രം ഡ്രൈയിങ്ങിൽ സോളിബിലിറ്റി, ആ വസ്തുവിൻ്റെ സോളിബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. അതായത് ദ ഫ്ലേവർ ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് എന്ന് അവർ പറഞ്ഞേക്കണം. ഫ്ലേവർ ഓഫ് ദ പ്രോഡക്റ്റ് എഫക്റ്റഡ് ആവുന്നുണ്ട് അല്ലേ ഡ്രം ഡ്രൈയിങ്ങിൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, ദ മിനിമം ലെവൽ ഓഫ് ഇലൂമിനേഷൻ റിക്വയർഡ് ഇൻ ദ ലബോറട്ടറി ഓഫ് എ ഡയറി പ്ലാന്റ് എത്രയാണ്? 41 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ്, ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നോൺ ആസ് സൂപ്പർ ഇൻസുലേഷൻ ഇൻ എയർ കണ്ടീഷനിങ് ഇൻഡസ്ട്രി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് -200°C to +120°C. ഏത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് സൂപ്പർ ഇൻസുലേഷൻ എന്നറിയപ്പെടുന്നത് എയർ കണ്ടീഷനിങ് ഇൻഡസ്ട്രിയിൽ? അതിനെ നമുക്ക് ടെമ്പറേച്ചർ റേഞ്ച് -200°C to 120°C ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏതാ? ഫൈബർ ഗ്ലാസ് ആണോ, ഫോം ഗ്ലാസ് ആണോ, മഗ്നീഷ്യ ആണോ, യൂറത്തൈൻ ആണോ? യൂറത്തൈൻ ആണ് ആൻസർ അല്ലേ. അപ്പം നേരത്തെ നമ്മൾ നോക്കിയിരുന്നു -50°C to +150°C ഉപയോഗിക്കാവുന്ന പാക്കേജിങ് മെറ്റീരിയൽ ഏതായിരുന്നു? ഇംപെർമിയബിലിറ്റി ടു ഓഡേഴ്സ് ഉള്ളത് പോളിസ്റ്റർ ആണ് അല്ലേ. അപ്പോൾ ഇത് സൂപ്പർ ഇൻസുലേഷൻ എയർ കണ്ടീഷനിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് -200°C to 120°C ഏതാണ്? യൂറത്തൈൻ ആണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് എയർ ചേഞ്ച് ഇൻ മീറ്റേഴ്സ് പെർ ചേഞ്ച് റിക്വയർഡ് ഫോർ ഗുഡ് വെന്റിലേഷൻ ഇൻ ഡയറി പ്രോസസ്സിംഗ് റൂംസ് എത്രയാണ്? 2 to 5. ആവറേജ് എയർ ചേഞ്ച് മീറ്റേഴ്സിൽ കണക്കാക്കുമ്പോൾ മീറ്റേഴ്സ് പെർ ചേഞ്ച് റിക്വയർഡ് ഫോർ ഗുഡ് വെന്റിലേഷൻ, നല്ല വെന്റിലേഷൻ നമ്മുടെ ഡയറി പ്രോസസ്സിംഗ് റൂംസിൽ ഇതാക്കാനായിട്ട് ആവറേജ് എയർ ചേഞ്ച് എത്രയാണ്? 2 to 5 ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു സീസിൻ. ഓക്കെ, വിച്ച് ഈസ് നോട്ട് ട്രൂ വിത്ത് റിഗാർഡ് ടു സീസിൻ ഏതായിരുന്നു? ആൽഫ ആൻഡ് ബീറ്റ കാസിൻ ആർ സോളിബിൾ ഇൻ അറ്റ് ഐസോ ഇലക്ട്രിക് പോയിൻറ്റ് എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കാസിൻ കണ്ടെയ്ൻസ് 0.78% ഓഫ് സൾഫർ. അത് ശരിയാണ് അല്ലേ. ദ മെയിൻ ഷുഗർ ഇൻ കാസിൻ ഈസ് സിയാലിക് ആസിഡ്. സിയാലിക് ആസിഡാണ് മെയിൻ ഷുഗർ കാസിനിലുള്ളത്. കാസിൻ കണ്ടെയ്ൻസ് ഓൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. കാസിനിൽ എല്ലാ തരത്തിലുള്ള അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ശരിയാണ്.
നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ, അതായത് തെറ്റായത്. അപ്പോൾ ആൽഫ ആൻഡ് ബീറ്റ കാസിൻ ആർ സോളിബിൾ അറ്റ് ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്നുള്ള ഓപ്ഷനാണ് തെറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഈസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസ്. ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസിനെ സംബന്ധിച്ച് തെറ്റായത് ഏതാണെന്ന്. സോളിബിലിറ്റി ഓഫ് ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസ് നോട്ട് ട്രൂ എന്നൊക്കെ വരുമ്പോൾ അതങ്ങ് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ, ദ സോളിബിലിറ്റി ഓഫ് ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസ് ഇൻക്രീസസ് അപ് ടു 60 gram per 100 liter ഓഫ് വാട്ടർ. സോളിബിലിറ്റി അതിൻ്റെ കൂടുന്നത് എത്രയാണ്? 60 gram per 100 milliliter ഓഫ് വാട്ടേഴ്സിലാവുമ്പോൾ അതിൻ്റെ സോളിബിലിറ്റി എന്താണ്? ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസിൻ്റെ സോളിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതെന്താ? ശരിയാണ് അല്ലേ. അടുത്തത്, ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസ് ഈസ് എ സിറപ്പ് വിത്ത് എ ഡ്രൈ മാറ്റർ കണ്ടൻറ്റ് ഓഫ് അബൌട്ട് 70%. ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറപ്പാണ്, അതിൻ്റെ ഡ്രൈ മാറ്റർ കണ്ടൻറ്റ് 70% ആണ് വരുന്നത്. അപ്പോൾ എന്താണ്? അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി, ദർ വിൽ ബി മോർ ബ്രൗണിങ് ഇൻ യൂസ് ഓഫ് ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസ്. ഹൈഡ്രോലൈസ്ഡ് ലാക്ടോസ് ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ബ്രൗണിങ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ അതിൽ തെറ്റായത്, ഹൈഡ്രോളിസിസ് ഓഫ് ലാക്ടോസ് ഡിക്രീസസ് ഇറ്റ്സ് സ്വീറ്റനിങ് പവർ ബൈ ഓൾമോസ്റ്റ് 2 times. അതായത് അത് നമ്മൾ ലാക്ടോസിനെ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ സ്വീറ്റനിങ് പവറിനെ 2 times 2 ഇരട്ടിയോളം ഡിക്രീസ് ചെയ്യുന്നു, കുറയ്ക്കുന്നു എന്നാണ് അവർ പറഞ്ഞേക്കണേ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഡിറ്റർമിനിങ് ദ ലാക്ടോസ് കണ്ടൻറ്റ്. ലാക്ടോസ് കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് യൂസ് ചെയ്യാത്തത്. നോട്ട് എന്ന് വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ശരിയായിട്ടുള്ളതാവുമെന്ന് വെച്ചിട്ട് ആദ്യത്തെ കാണുമ്പോൾ കണ്ട് ചാടി ആൻസർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അടിയിൽ വരയ്ക്കുക തന്നെ ചെയ്യുക. കുറച്ച് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡല്ലേ നമുക്കത് അടിയിൽ വരയ്ക്കാനായിട്ട് വേണ്ടൂ. അപ്പോൾ നമ്മുടെ ഉത്തരം തെറ്റിപ്പോവാണ്ടിരിക്കാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഓക്കെ, ഇനി, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഡിറ്റർമിനിങ് ദ ലാക്ടോസ് കണ്ടൻറ്റ്. ലാക്ടോസ് കണ്ടൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കാത്തത് ഏതാണെന്നാണ് ചോദ്യം. പോളാരിമെട്രിക് മെത്തേഡാണോ, ക്രൊമാറ്റോഗ്രാഫിക് മെത്തേഡാണോ, റോസ് ഗോട്ട്ലി മെത്തേഡാണോ, പിക്രിക് ആസിഡ് മെത്തേഡാണോ? റോസ് ഗോട്ട്ലി മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാത്തത്. ലാക്ടോസ് കണ്ടൻറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാത്തത് റോസ് ഗോട്ട്ലി മെത്തേഡാണ്. അടുത്തത്, ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കാറ്റിൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ചിന് വേണ്ടിയിട്ട് ഇതിൻ്റെ റിസർച്ചാണ്, കാറ്റിൽസിൻ്റെ റിസർച്ച് എവിടെയാണ്? അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മീററ്റിലാണ്. ഓക്കെ, ഓപ്ഷൻ എ മീററ്റിലാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഗ്രാസ് ലാൻഡ് ആൻഡ് ഫോഡർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. എവിടെയാണ്? ഝാൻസിയിലാണ്. ഓക്കെ, ഓപ്ഷൻ സി ഝാൻസി. ദ ഓഡിയോ ഓട്ടോബയോഗ്രഫി ഓഫ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ഓഡിയോ ഓട്ടോബയോഗ്രഫി ഏതായിരുന്നു? ദ മാൻ ഹൂ മെയ്ഡ് ദ എലിഫൻറ്റ് ഡാൻസ്. ദ മാൻ ഹൂ മെയ്ഡ് ദ എലിഫൻറ്റ് ഡാൻസ്. ഇതാണ് ദ ഓഡിയോ ഓട്ടോബയോഗ്രഫി ഓഫ് ഡോക്ടർ വർഗീസ് കുര്യൻ. നെക്സ്റ്റ്, ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ഓഫ് ദ ട്രേസ് മിനറൽ ക്യാൻ ലീഡ് ടു അനീമിയ. ഓക്കെ, ഏത് ട്രേസ് മിനറലിൻ്റെ കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്? അയൺ, കൊബാൾട്ട്, കോപ്പർ. ട്രേസ് മിനറലാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഇതെല്ലാം ഓൾ ദ എബവ് ആണ് ആൻസർ. ആദ്യം തന്നെ പോയിട്ട് അയണിൻ്റെ കുറവ് എന്നുള്ളത് ആക്കരുത്. ട്രേസ് മിനറലാണ് ചോദിച്ചേക്കണേ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ പ്രൊവൈഡ് ദ സ്റ്റിമുലസ് വിച്ച് ലീഡ് ടു പാർട്യൂറേഷൻ. ഏതാണ്? കോർട്ടിസോളാണ്. കോർട്ടിസോൾ എന്ന ഹോർമോണാണ് സ്റ്റിമുലസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിന്? അത് പിന്നീട് പാർട്യൂറേഷന് കാരണമാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏത് ഹോർമോണാണ്? ഓപ്ഷൻ സി കോർട്ടിസോൾ. നെക്സ്റ്റ്, ദ ഫ്ലോർ സ്പേസ് റിക്വയർഡ് ഫോർ എ കൗ ഇൻ ദ കവേർഡ് ഏരിയ ഓഫ് എ ലൂസ് ഹൗസ്. എത്രയാണ്?
മൈനസ് 3.5 മീറ്റർ സ്ക്വയർ ആണ്. Next question, which of the following contains 65 to 85% milk fat? Milk fat 65% to 85% അടങ്ങിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ക്രീമിലാണ്. Next question, the viscosity of the cream can be increased by dash. നമുക്ക് ക്രീമിൻ്റെ വിസ്കോസിറ്റി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്? ഏജിങ് ഓഫ് ക്രീം കൂട്ടുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിസ്കോസിറ്റിയും കൂടും. Feathering in hot coffee is due to defect in cream caused by dash. Feathering, hot coffee feathering കാരണമാവുന്നത് to defect in cream caused by എന്താണ് excessive homogenization in pressure. അതാണ് എന്ത് ഹോട്ട് കോഫിയിൽ ഫെദറിങ്ങിന് കാരണമാവുന്നത്, എക്സസീവ് ഹോമോജനൈസേഷൻ പ്രഷർ. ഓക്കെ, അടുത്തത്, ഇൻ സ്വിസ് ചീസ് മേക്കിംഗ് ദ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ കൺവേർട്ട് ലാക്ടോസ് ടു ലാക്റ്റിക് ആസിഡ് വിച്ച് ഇൻ ടേൺ ഈസ് യൂസ്ഡ് ബൈ propionic bacteria to produce propionic acid. This is an example for dash. അതായത് സ്വിസ് ചീസ് മേക്കിംഗ് മെത്തേഡിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ത് ചെയ്യും? ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അത് പിന്നീട് ഈ പ്രോപ്പിയോണിക് ബാക്ടീരിയ അത് ഉപയോഗിച്ചിട്ട് പ്രോപ്പിയോണിക് ആസിഡ് ഉണ്ടാക്കും. ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്? മെറ്റാബയോസിസിന് എക്സാമ്പിളാണ്. മെറ്റാബയോസിസ്. നെക്സ്റ്റ്, ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ കാൻഡ് ഡയറി പ്രൊഡക്ട്സ് കോസ് ബൾജിങ് ഓഫ് കാൻസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ ഡാഷ്. അതായത് ഗ്യാസ് ഈ കാൻഡ് ഡയറി പ്രൊഡക്ട്സ്, കാൻഡാക്കിയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഇങ്ങനെ ഈ ക്യാൻസ് ബൾജ് ചെയ്ത് നിൽക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. അത് അതിന് എന്തിന് എന്ത് മൂലമാണ്? അത് ഓപ്ഷൻ ഈ എല്ലാ ഓപ്ഷനും ഉണ്ട്. കാൻഡിഡ, സ്യൂഡോട്രോപ്പിക്കാലിസ്, അതുപോലെ തന്നെ എസ്ചെറിച്ചിയ കോളി, നെക്സ്റ്റ് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിറിക്കം, ഇതെല്ലാം ഇതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് പെർ milliliter of raw milk is in the range of 2 lakh to 1 million, the grade recommended by Indian Standard Institution is dash. എന്നാണ് ഗുഡ് ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് മില്ലിലിറ്റർ റോ മിൽക്കിൽ നോക്കുമ്പോൾ അത് 2 lakh to 1 million ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനായി നിൽക്കുന്ന ഗ്രേഡിങ് എന്താണ്? ഗുഡ് എന്നാണ്. വെരി ഗുഡ് അല്ല, വെറും ഗുഡ്. Which among the following is lower in buffalo milk as compared to cow milk? ബഫല്ലോ മിൽക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കൗ മിൽക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബഫല്ലോ മിൽക്കിൽ കുറവായിട്ടുള്ളത് എന്താണ്? റെന്നറ്റ് ക്ലോട്ടിംഗ് ടൈമാണ് കുറവായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following Khova based sweet is prepared by mixing khova with maida in about 3:1 ratio. അതായത് 3:1 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഏത് ഖോവ ബേസ്ഡ് സ്വീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഖോയയും മൈദയും. അപ്പോൾ ഖോയ 3 പോർഷൻ എടുക്കുകയാണെങ്കിൽ 1 പാർട്ട് മൈദ എടുത്തിട്ട് ഏത് സ്വീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഗുലാബ് ജാമുൻ. ഓക്കെ, അടുത്തത്, വിച്ച് among the following has the highest sweetening power? ഹയസ്റ്റ് സ്വീറ്റനിങ് പവർ ഉള്ളത് ഏതിനാണെന്ന്? ഫ്രക്ടോസിനാണ്. നെക്സ്റ്റ്, ദ ഏരിയ ഓഫ് എ ടങ് വിത്ത് മോർ സെൻസിറ്റിവിറ്റി ഫോർ സ്വീറ്റ്നെസ് ഈസ് ഡാഷ്. ടങ്ങിലെ ഏത് ഭാഗമാണ് സ്വീറ്റ്നെസ് സെൻസിറ്റിവിറ്റി കൂടുതലുള്ളതെന്ന്? അതാണ് ടിപ്പ് ഓഫ് ദ ടങ്ങിലാണ് സ്വീറ്റ്നെസ് അല്ലേ? ടങ്ങിൻ്റെ ഓരോ ഭാഗവും നമ്മൾ ഓരോ ടേസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യാനാന്ന് പറയാറുണ്ട്. അപ്പോൾ ടിപ്പ് ഓഫ് ടങ് ആണ് കൂടുതൽ സ്വീറ്റ്നെസ്സിൻ്റെ സെൻസിറ്റിവിറ്റി ലഭിക്കുന്ന ഭാഗം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കൾട്ടിവർ ഓഫ് ഗിനിയ ഗ്രാസ്? ഏതാണ്? എവിടെയാണ്? ഹാമിൽ. ഓക്കെ, ഹാമിൽ. അപ്പോൾ കൾട്ടിവർ ഓഫ് ഗിനിയ ഗ്രാസ് ഹാമിലാണ്.
Next question. The multi-purpose fodder tree species commonly used for live fencing in Kerala. Gliricidiana, correct answer. Next question. Which of the following is a annual grass? An annual grass. ഏതാണ് അവർ തന്നിട്ടുള്ള ഓപ്ഷൻ? ബഫൽ ഗ്രാസ്, ഗാംബ ഗ്രാസ്. അപ്പോൾ ഏതായിരുന്നു ആനുവൽ ഗ്രാസ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ബഫൽ ഗ്രാസ്, ഗാംബ ഗ്രാസ്, പിന്നെ സെറ്റാരിയ ഗ്രാസ്, ദീനാനാഥ് ഗ്രാസ്. ഏതാണ്? ഓപ്ഷൻ ഡി, ദീനാനാഥ് ഗ്രാസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വിജയ് കോമ്പോസിറ്റ് ഈസ് എ കൾട്ടിവേറ്റർ ഓഫ് ഡാഷ്. ഏതാണ്? ഫോഡർ മെയ്സ് ആണ് അല്ലേ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോഡർ ക്യാൻ ബി കൾട്ടിവേറ്റഡ് ഇൻ പുവർലി ഡ്രെയിൻഡ് ലാൻഡ്. അതായത് ഡ്രെയിനിങ് കേപ്പബിലിറ്റി കുറവായിട്ടുള്ള ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഫോഡർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പാരാഗ്രാസ് ആണ്. ഓക്കെ, പാരാഗ്രാസ് ഇസ് ദ റൈറ്റ് ആൻസർ. Which of the following fodder crop is best suited for silage making? Silage makingന് സഹായകമായ ഫോഡർ ക്രോപ്പ് ഏതാണ്? ഓപ്ഷൻ എ, ഫോഡർ മെയ്സ് ആണ്. നെക്സ്റ്റ്, the process of conversion of plant and animal residues to quickly utilizable form to improve and maintain soil fertility. അതായത് ആ പ്രോസസ്സിന് പറയുന്ന പേര്. എന്ത് പ്രോസസ്സാണ്? ഈ പ്ലാന്റിനെയും ആനിമൽ റെസിഡ്യൂസിനെയും ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് ക്വിക്ക്ലി യൂട്ടിലൈസബിൾ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ടു ഇംപ്രൂവ് ആൻഡ് മെയിൻറ്റെയിൻ സോയിൽ ഫെർട്ടിലിറ്റി. മണ്ണിൻ്റെ ഫെർട്ടിലിറ്റീനെ ഇംപ്രൂവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. അപ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കമ്പോസ്റ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഇമ്പോർട്ടൻറ്റ് ട്രോപ്പിക്കൽ പൾസ് ക്രോപ്പ് profitably grown as a summer crop in rice fallows in Kerala in rotation sequence. ഏതായിരുന്നു? ഓപ്ഷൻ എ, കൗപ്പി ആണ് ഇമ്പോർട്ടൻറ്റ് ട്രോപ്പിക്കൽ പൾസ് ക്രോപ്പ്. നമ്മൾ പ്രോഫിറ്റബിളി അത് വളർത്തുന്നത് ഒരു സമ്മർ ക്രോപ്പായിട്ടാണ് അല്ലേ. റൈസ് ഫോളോസിൽ കേരളത്തിൽ സമ്മർ ക്രോപ്പായിട്ട് അതിനെ വളർത്തുന്നുണ്ട്. ഏതാണ്? കൗപ്പി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഹേ മേക്കിംഗ്, വൈക്കോൽ ഉണ്ടാക്കുമ്പോൾ ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ദ ഫോറേജ് ക്രോപ്പ് ഈസ് റെഡ്യൂസ് ടു. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഫോറേജ് ക്രോപ്പിൻ്റെ നമ്മൾ അത് കുറയുന്നു. എത്ര കണ്ടിട്ട്? -15 to 20% ആയിട്ട് കുറയുന്നു. അടുത്തത്, ദ ഫെർട്ടിലൈസർ ഓർ മാനുവർ ദാറ്റ് ഹാസ് ടു ബി അപ്ലൈഡ് ആസ് ടോപ്പ് ഡ്രസ്സിങ് ആഫ്റ്റർ ഈച്ച് ഹാർവെസ്റ്റ് ഇൻ കൾട്ടിവേഷൻ ഓഫ് ഗിനിയ ഗ്രാസ്. ഏതായിരുന്നു? നൈട്രജൻ ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസറായിട്ടല്ല മാനുവർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടോപ്പ് ഡ്രസ്സിങ്ങിൽ. ഓരോ ഹാർവെസ്റ്റിന് ശേഷവും ഹാർവെസ്റ്റിന് ശേഷവും ഇതിൻ്റെ ഗിനിയ ഗ്രാസിൻ്റെ കൾട്ടിവേഷന് ശേഷവും ടോപ്പ് ഡ്രസ്സിങ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നൈട്രജൻ ഫെർട്ടിലൈസറാണ്. നെക്സ്റ്റ്, ദ സീഡ് റേറ്റ് per hectare required for establishment of maize by dibbling എത്രയായിരുന്നു? -40 to 60 kg ആണ് സീഡ് റേറ്റ് പെർ ഹെക്ടർ. ഓക്കെ, ഇനി അടുത്തത്, ദ ടൈപ്പ് ഓഫ് ക്ലീനിങ് ഏജൻറ്റ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ റബ്ബർ പാർട്സ് ഇൻ ഡയറി എക്യുപ്മെൻറ്റ്സ്. ഡയറി എക്യുപ്മെൻറ്റ്സിലെ റബ്ബർ പാർട്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലീനിങ് ഏജൻറ്റ് ഏതാണെന്നാണ്? സ്ട്രോങ് ആൽക്കലീസ് ആണ് അതിൻ്റെ ക്ലീനിങ് ഏജൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്പ് ഇൻ പ്രഡിക്റ്റിംഗ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഗീ. അതായത് ഗീ ഒരുപാട് നാൾ കേടാവാണ്ട് തന്നെ ഈ ഒരുപാട് നാൾ കേടാവാതിരിക്കുന്നതിനാണ് നമ്മൾ ഈ ഷെൽഫ് ലൈഫ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഏതാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രഡിക്റ്റിംഗ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഗീൻ്റെ ഷെൽഫ് ലൈഫ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വസ്തു ഏതാണ്? ഇൻഡക്ഷൻ പീരീഡ് ഫോർ ഓക്സിജൻ അബ്സോർപ്ഷൻ. ഓക്കെ, വിച്ച് ഈസ് എ സിനർജിസ്റ്റ് ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് പ്രൈമറി ആൻറ്റി ഓക്സിഡൻസ്. ഏതാണ്? അസ്കോബിക് ആസിഡ് ആണ് ആൻസർ. അപ്പോൾ അസ്കോർബിക് ആസിഡ് ആണ് ഒരു സിനർജിസ്റ്റ്. അത് ആക്ടിവിറ്റി ഓഫ് പ്രൈമറി ആൻറ്റി ഓക്സിഡൻസിനെ ഇൻക്രീസ് ചെയ്യുന്നു. ഇത് അസ്കോബിക് ആസിഡ്. അടുത്തത്, ബ്ലൂയിഷ് ഗ്രേ ഓർ ബ്രൗണിഷ് മിൽക്ക് ക്യാൻ ബി
ഡ്യൂ ടു proliferation of which bacteria in milk? ഏതായിരുന്നു? സ്യൂഡോമോണാസ് സിൻസിയാനിയ. ഓക്കെ, സ്യൂഡോമോണാസ് സിൻസിയാനിയ ആണ് ഏത് ബ്ലൂയിഷ് ഗ്രേ കളറിലുള്ള അതല്ലെങ്കിൽ ബ്രൗണിഷ് മിൽക്ക് കാരണമായിട്ട് വരുന്നത് അല്ലേ? ഏത് ബാക്ടീരിയയുടെ പ്രോളിഫറേഷൻ കാരണമാണ് മിൽക്കിൽ ബ്ലൂയിഷ് ഗ്രേ അല്ലെങ്കിൽ ബ്രൗണിഷ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? സ്യൂഡോമോണാസ് സിൻസിയാനിയ. അടുത്തത് ബിറ്റർ ഫ്ലേവർ ഇൻ മിൽക്ക് ക്യാൻ ബി ഡ്യൂ ടു പ്രോളിഫറേഷൻ ഓഫ് ഡാഷ്. ബിറ്റർ ഫ്ലേവർ മിൽക്കിൽ വരുന്നത് എന്തിൻ്റെ പ്രോളിഫറേഷൻ കാരണമാണ്? മൈക്രോകോക്കസ് സ്പീഷീസിൻ്റെ. ഓക്കെ, മൈക്രോകോക്കസ് സ്പീഷീസിൻ്റെ പ്രോളിഫറേഷൻ കാരണമാണ് ബിറ്റർ ഫ്ലേവർ മിൽക്കിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, പനീർ മാനുഫാക്ചർഡ് യൂസിങ് സിട്രിക് ആസിഡ് ആസ് കൊയാഗുലൻറ്റ് ഗീവ് ഡാഷ്. പനീർ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണ് സിട്രിക് ആസിഡ് ഒരു കൊയാഗുലൻ്റായിട്ട് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മാക്സിമം ഹാർഡ്നെസ് ആണ് ഉണ്ടാവുന്നത്, മാക്സിമം ഹാർഡ്നെസ്. നെക്സ്റ്റ്, ദ ആൻറ്റി ഫംഗൽ ഏജൻറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു കൺട്രോൾ സർഫസ് സ്പോയിലേജ് ഓഫ് പനീർ. ആൻറ്റി ഫംഗൽ ഏജൻ്റായിട്ട് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? അതിനെ സർഫസ് സ്പോയിലേജ് ഓഫ് പനീർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആൻറ്റി ഫംഗൽ ഏജൻറ്റ് ഏതാണ്? ക്ലോറിനേറ്റഡ് വാട്ടറാണ് ആൻസർ. നെക്സ്റ്റ്, ദ ടൈപ്പ് ഓഫ് മിൽക്ക് മോർ സ്യൂട്ടബിൾ ടു പ്രൊഡ്യൂസ് ചന വിച്ച് ഓഫേഴ്സ് ഗുഡ് റസഗുള. അതായത് നല്ല രസഗുള ഉണ്ടാക്കാൻ. ശരിക്കും റോഷ്ഗുള എന്നാണ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏത് ടൈപ്പ് മിൽക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചന പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്? അതായത് നല്ല റോഷ്ഗുള ഉണ്ടാക്കാനായിട്ടുള്ള ചന പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പ് മിൽക്കാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഫാറ്റ് കണ്ടൻറ്റ് ബിലോ 3% ആണോ? പ്രസൻസ് ഓഫ് കൊളസ്ട്രോൾ മിൽക്ക് ഉള്ളതാണോ? ബഫല്ലോ മിൽക്കാണോ? അതല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് 75% ബഫല്ലോ മിൽക്ക് ആൻഡ് 25% കൗ മിൽക്ക്. ഏതാണ്? 75% ബഫല്ലോ മിൽക്കും 25% കൗസ് മിൽക്കും കൂടിയിട്ടുള്ളതാണ് നമുക്ക് ആ പാലുപയോഗിച്ച് കഴിഞ്ഞാൽ ചന ഉണ്ടാക്കാം, നല്ല രസഗുള ഉണ്ടാക്കാനായിട്ട്. വിച്ച് ഈസ് നോട്ട്, പിന്നെ വേഗം നോട്ട് എന്നുള്ളത് മാർക്ക് ചെയ്യുക അല്ലേ? വിച്ച് ഈസ് നോട്ട് എ റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് പെർഫോംഡ് ഫോർ റോ മിൽക്ക്. റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് അല്ലാത്തത്, റോ മിൽക്കിന് ചെയ്യുന്ന റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് അല്ലാത്തതാണ് ചോദിച്ചേക്കണേ. ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ട്, ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ്, പിന്നെ ടൈട്രേറ്റബിൾ ആസിഡിറ്റി ഒക്കെ റാപ്പിഡ് പ്ലാറ്റ്ഫോം ടെസ്റ്റാണ് അല്ലേ? അപ്പോൾ അതിൽ പെടാത്തത് സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ടാണ്. സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ടാണ്. നെക്സ്റ്റ്, ഫ്ലാറ്റ് ഓർ ഇൻസിപ്പിഡ് ഫ്ലേവർ ഇൻ ബട്ടർ ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസിപ്പിഡ് ഫ്ലേവർ ബട്ടറിൽ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? എക്സസ് വാഷിംഗ് ഓഫ് ബട്ടർ ഗ്രാന്യൂൾസ് ആണ്. ഓക്കെ, ബട്ടർ ഗ്രാന്യൂൾസിനെ നമ്മൾ തൈരിൽ നിന്ന് എടുത്തിട്ട് അതിന് വളരെ കൂടുതൽ വാഷ് ചെയ്യുമ്പോഴാണ് ഒരു ഫ്ലാറ്റ് ഫ്ലേവർ, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസിപ്പിഡ് ഫ്ലേവർ ബട്ടറിന് വരുന്നത്. നെക്സ്റ്റ്, ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി ഇൻ ബട്ടർ ഈസ് ഡ്യൂ ടു ഡാഷ്. ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി ബട്ടറിൽ ഉണ്ടാവാനുള്ള കാരണം ആക്ഷൻ ഓഫ് ലിപ്പേസ് ഓൺ ഫാറ്റ് ടു പ്രൊഡ്യൂസ് ഫ്രീ ഫാറ്റി ആസിഡ്സ്. എന്തിൻ്റെ ആക്ഷനാണ്? ലിപ്പേസിൻ്റെ ആക്ഷൻ. എന്തിനാണ് ലിപ്പേസ് വർക്ക് ചെയ്യുന്നത്? ഫാറ്റിൽ വർക്ക് ചെയ്തിട്ട് ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഹൈഡ്രോളിറ്റിക് റാൻസിഡിറ്റി ബട്ടറിലുള്ളതിന് കാരണം ആക്ഷൻ ഓഫ് ലിപ്പേസ് ആണ്. നെക്സ്റ്റ്, ദ ഓപ്റ്റിമൽ ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത് ഓഫ് ലാക്റ്റിക് സ്റ്റാർട്ടേഴ്സ് ലൈക്ക് സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടീസ് ഈസ് ഡാഷ്. എത്രയാണ്? -27 to 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓപ്റ്റിമൽ ടെമ്പറേച്ചർ. എന്തിന്? ഈ ലാക്റ്റിക് സ്റ്റാർട്ടേഴ്സായ സ്ട്രെപ്റ്റോകോക്കസ് ലാക്ടീസ് പോലുള്ള ലാക്റ്റിക് സ്റ്റാർട്ടേഴ്സിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ ഓപ്റ്റിമൽ ടെമ്പറേച്ചറാണ് -27 to 32 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്യൂരിറ്റി ഓഫ് സ്റ്റാർട്ടർ കൾച്ചർ ക്യാൻ ബി ടെസ്റ്റഡ് യൂസിങ് ഡാഷ്. പ്യൂരിറ്റി ഓഫ് സ്റ്റാർട്ടർ കൾച്ചറിൻ്റെ പ്യൂരിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏത് വെച്ചിട്ടാണ്? കാറ്റലൈസ് ടെസ്റ്റ് വെച്ചിട്ടാണ്. The type of yogurt produced after fermentation in bulk and coagulum is broken prior to cooling. ഏതാണ്? സ്റ്റിർഡ് യോഗോട്ട് ആണ് അല്ലേ? ടൈപ്പ് ഓഫ് യോഗോട്ട് നമ്മൾ
ഫെർമെൻറ്റേഷൻ ബൾക്കായിട്ട് അല്ലെങ്കിൽ കൊയാഗുലേഷന് ശേഷം ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് യോഗട്ടാണ് സ്റ്റിർഡ് യോഗട്ട്. ഓക്കെ, സ്റ്റിർഡ് യോഗട്ട്. നെക്സ്റ്റ്, ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് കൗ മിൽക്ക് എത്ര ഡിഗ്രിയിലാണ് ഫ്രീസ് ചെയ്യുന്നത്? 0.555 ഡിഗ്രി സെൽഷ്യസ്, -0.555 ഡിഗ്രി സെൽഷ്യസിൽ മൈനസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, ദ ബൗണ്ട് വാട്ടർ ഇൻ മിൽക്ക് ഈസ് ഡാഷ്, എത്രയാണ്? -50 ഡിഗ്രി, ഹെൽഡ് ബൈ casein and 30% by albumin and globulin. Option C is the right answer. In next, sandy texture defect in ice cream is due to dash. High lactose ആണോ, ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ആണോ, ലോങ് സ്റ്റോറേജ് ആണോ, സാൻഡി ടെക്സ്ചർ ഡിഫക്റ്റ് ഇൻ ഐസ്ക്രീം ഈസ് ഡ്യൂ ടു ഇത് മൂന്നെണ്ണം, ഹൈ ലാക്ടോസും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷനും ലോങ് സ്റ്റോറേജും ഇതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് വിറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ആൻഡ് നോർമൽ ഫങ്ഷനിങ് ഓഫ് എപ്പിത്തലിക്കൽ ടിഷ്യൂ ഇൻ ആനിമൽ ബോഡി? ആനിമൽ ബോഡിയിലെ എപ്പിത്തലിക്കൽ ടിഷ്യൂവിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിനും അതിൻ്റെ ഹെൽത്തിനും എസെൻഷ്യലായ വിറ്റമിൻ ഏതാണെന്നാണ്? വൈറ്റമിൻ എ ആണ് ആൻസർ. അടുത്തത്, ആൻ ഇൻറ്റിമേറ്റ് mixture of concentrates and roughages fed to cattle in the desired proportion is called dash. എന്താണ് വിളിക്കുന്നത്? ചാലഞ്ച് ഫീഡിംഗ് എന്നാണോ, കോമ്പീറ്റ് ഫീഡിംഗ് എന്നാണോ, ലീസ്റ്റ് കോസ്റ്റ് ഫീഡിംഗ് എന്നാണോ, ഫേസ് ഫീഡിംഗ് എന്നാണോ, കംപ്ലീറ്റ് ഫീഡിംഗ് എന്നാണ്. ഇത് ഇൻറ്റിമേറ്റ് മിക്സ്ചർ ഓഫ് കോൺസെൻട്രേറ്റ്സ് ആൻഡ് റഫേജസ് ഫെഡ് ടു കാറ്റിൽ ഇൻ ദ ഡിസയേർഡ് പ്രൊപ്പോർഷൻ, അതിന് പറയുന്നതാണ് കംപ്ലീറ്റ് ഫീഡിംഗ്. Which of the following is essential for proper rumen fermentation leading to acetic acid production? അസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്ന പ്രോപ്പറായിട്ടുള്ള റൂമൻ ഫെർമെൻറ്റേഷന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ സി, ക്രൂഡ് ഫൈബറാണ് എസെൻഷ്യലായിട്ട് വരുന്നത്. എന്തിന്? പ്രോപ്പർ റൂമർ ഫെർമെൻറ്റേഷന്. അത് പിന്നീട് അസറ്റിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് കാരണമാകുന്നു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കാറ്റിയോണിക് ഡിറ്റർജൻറ്റ് യൂസ്ഡ് ആസ് എൻ എഫക്റ്റീവ് ഡയറി സാനിറ്റൈസർ ഏതാണ്? ഓപ്ഷൻ ബി, ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാട്ടർ സോളബിൾ വിറ്റമിൻ? വെള്ളത്തിൽ അലിയുന്ന വിറ്റമിൻ ഏതാണോ? വൈറ്റമിൻ സി ആണ് വെള്ളത്തിൽ അലിയുക. അതുകൊണ്ടാണ് നമ്മൾ അത് ഈ മുറിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊന്നും കഴുകരുതെന്ന് പറയില്ലേ? വെള്ളത്തിലലിയുന്ന ഇതൊക്കെ അങ്ങനെ നഷ്ടമാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊരെണ്ണാണ് എന്ത്? വൈറ്റമിൻ സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഈസ് എ ഡാഷ്. എന്താണ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്? ഒരു വൈറൽ ഡിസീസാണ്. അടുത്തത്, എ ഫീഡ് വിച്ച് കണ്ടെയ്ൻസ് ഹയർ ലെവൽ ഓഫ് primary nutrients and less crude fiber and low moisture is called dash. ഒരു ഫീഡിൽ ഹയർ ലെവൽ പ്രൈമറി ന്യൂട്രിയൻസും വളരെ കുറവ് ക്രൂഡ് ഫൈബറും അതുപോലെ തന്നെ കുറവ് മോയ്സ്ചറും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? കോൺസെൻട്രേറ്റ്. ഓക്കെ, കോൺസെൻട്രേറ്റ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അല്ലാത്തത്? നോട്ട് എ സിംറ്റം ഓഫ് ഹീറ്റ് ഇൻ ഡയറി കൗസ് ഏതാണ്? ഡയറി കൗസിലെ ഹീറ്റിൻ്റെ സിംറ്റം അല്ലാത്തത് ആണ് ചോദിച്ചേക്കുന്നത്. ബ്ലഡി ഡിസ്ചാർജ് ഫ്രം വൽവ. ബ്ലഡി ഡിസ്ചാർജ് വരുന്നത് എന്തിൻ്റെ ഇതല്ല? ഹീറ്റ് അല്ല. അത് ബാക്കിയെല്ലാം റെസ്റ്റ്ലെസ്നെസ്, മൗണ്ടിങ് അതർ കൗസ്, ഫ്രീക്വൻറ്റ് ബെല്ലോയിങ്, ഇതെല്ലാം അതിൻ്റെ സിംറ്റമായിട്ട് വരുന്നതാണ്. സിംറ്റം അല്ലാത്തത് ബ്ലഡ് കാണുന്ന ഡിസ്ചാർജ് വരുന്നത്. നെക്സ്റ്റ്, ദ ബഫല്ലോ ബ്രീഡ് ഇൻഡിജനസ് ടു നീൽഗിരി ഹിൽസ് ഇൻ തമിഴ്നാടു ഏതാണ്? തോടയാണ്. ഓക്കെ. അടുത്തത്, ദ ഫാറ്റ് കണ്ടൻറ്റ് ഓഫ് മിൽക്ക് ഇൻ ജനറൽ ഇൻക്രീസ് ഇൻ ഡാഷ്. ഫാറ്റ് കണ്ടൻറ്റ് ഓഫ് മിൽക്ക് സാധാരണ കൂടുന്നത് എപ്പോഴാണ്? ഫൈനൽ സ്ട്രിപ്പിംഗ് ഫ്രം ദ അഡർ, ഇൻഡിജനസ് ബ്രീഡ്സ് ആസ് കമ്പയർഡ് ടു എക്സോട്ടിക് ബ്രീഡ്സ്. അതായത് എക്സോട്ടിക് ബ്രീഡിനെക്കാട്ടും ഇൻഡിജനസ് ബ്രീഡ്സ് ഇതാകുമ്പോൾ മോർ റഫേജ് പോർഷൻ ഇൻ ഡയറ്റ് അങ്ങനെയൊക്കെ നൽകുമ്പോൾ
എല്ലാം എന്താണ് മിൽക്കിലുള്ള ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടും. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് മെത്തേഡ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഇൻ ഹാൻഡ് മിൽക്കിംഗ്? കൈകൾ കൊണ്ട് പാല് കറന്നെടുക്കുമ്പോൾ റെക്കമെൻഡ് ചെയ്യാത്തത് നോട്ട് മാർക്ക് ചെയ്തു. ഏതാണ്? നക്ലിംഗ് ആണ്. ഓക്കെ, നക്ലിംഗ് ആണ്. ബാക്കി ഡ്രൈ ഹാൻഡ് മിൽക്കിങ്, സ്ട്രിപ്പിങ്, ഫുൾ ഹാൻഡ് മിൽക്കിങ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഹാൻഡ് മിൽക്കിങ്ങിൽ. പക്ഷേ നക്ലിംഗ് അതിൽ റെക്കമെൻഡ് ചെയ്യപ്പെടാത്തതാണ്. നെക്സ്റ്റ്, ദ മെറ്റൽ പോർഷൻ ഓഫ് ദ milking machine that houses the rubber liner inside with space between to alternate the pressure by connecting to air hose. ഏതാണ്? ട്രീറ്റ് കപ്പ് ഷെല്ലാണ്. ഓക്കെ, ഓപ്ഷൻ എ ട്രീറ്റ് കപ്പ് ഷെല്ലാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, the Indian breed of cattle with long pendulous ears resembling a curled leaf. ഒരു കേൾഡ് ലീഫിൻ്റെ, ഒരു ചുളിഞ്ഞ ഒരു കേളായിട്ടുള്ള ലീഫിൻ്റെ സാമ്യമുള്ള ലോങ് പെൻഡുലസ് ഇയേഴ്സ് ഉള്ള ഇന്ത്യൻ ബ്രീഡ് ഓഫ് കാറ്റിൽ ഏതാണ്? ഗിർ ആണ്. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് നോട്ട് ട്രൂ. ഓക്കെ, നോട്ടിൻ്റെ മാർക്ക് ചെയ്തു നമ്മൾ. ട്രൂ അല്ലാത്തത് ഏത്? വിത്ത് റിഗാർഡ് ടു കൊളസ്ട്രോം. കൊളസ്ട്രോമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കണേ. ഇറ്റ് കണ്ടെയ്ൻസ് മോർ ഫാറ്റ് ദാൻ ഹോൾ മിൽക്ക്. ഹോൾ മിൽക്കിനായിട്ടും കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് തെറ്റ്. ബാക്കിയെല്ലാം ശരിയാണ്. ശരിയായത് നമുക്ക് നോക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് ഗാമ ഗ്ലോബുലിൻസ്. അതിൽ കൂടുതൽ ഗാമ ഗ്ലോബുലിൻ അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻസ് മോർ ടോട്ടൽ പ്രോട്ടീൻ ദാൻ ഹോൾ മിൽക്ക്. മുഴുവൻ മിൽക്കിനെക്കാട്ടും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഗീവ്സ് എ ലാക്സേറ്റീവ് എഫക്റ്റ്. അതൊരു ലാക്സേറ്റീവ് എഫക്റ്റ് നൽകുന്നുണ്ട് എന്നുള്ളത് എല്ലാം ശരിയായിട്ടുള്ളതാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ മുഴുവൻ മിൽക്കിനെ അപേക്ഷിച്ച് പോകുമ്പോൾ അതിൽ ഫാറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സോട്ടിക് കാറ്റിൽ ബ്രീഡ് വാസ് നോട്ട് യൂസ്ഡ് ഇൻ ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാം? ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാത്തത്, കേരളത്തിലെ ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാംസിൽ യൂസ് ചെയ്യാത്ത എക്സോട്ടിക് കാറ്റിൽ ബ്രീഡ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഐർഷയർ ആണ്. ഓക്കെ, ബാക്കി ഈ ജേഴ്സിനെയും ബ്രൗൺ സ്വിസിനെയും ഹോൾസ്റ്റീൻ ഫ്രീസിനെയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാം കേരളത്തിലുള്ളതിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൽ യൂസ് ചെയ്യാത്തത് ഓപ്ഷൻ എ ഐർഷയർ ആണ്. നെക്സ്റ്റ്, ദ ആക്ട് ഓഫ് സ്റ്റോപ്പിംഗ് ദ ലാക്ടേഷൻ ഓഫ് എ കൗ ഇൻ പ്രിപ്പറേഷൻ ഫോർ ഹെർ നെക്സ്റ്റ് ലാക്ടേഷൻ ഈസ് ഡാഷ്. അതായത് നമ്മൾ ഒരു കൗവിൻ്റെ ലാക്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ നെക്സ്റ്റ് ലാക്ടേഷനുള്ള പ്രിപ്പറേഷനായിട്ട്. അതിനെ പറയുന്നതാണ് ഡ്രൈയിങ് ഓഫ്. ഓപ്ഷൻ ഡി ഡ്രൈയിങ് ഓഫ്. ദ മോസ്റ്റ് ഐഡിയൽ മെത്തേഡ് ഓഫ് മിൽക്കിംഗ്. ഏറ്റവും ശരിയായിട്ടുള്ള രീതിയിലുള്ള മിൽക്കിംഗ് ഏതാണ്? ഫുൾ ഹാൻഡ് മിൽക്കിംഗ് ആണ് അല്ലേ? കൈകൾ മുഴുവൻ എടുത്തിട്ട് ഉള്ള നമ്മൾ കൈകൾ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് മിൽക്കിംഗ് ആണ് മോസ്റ്റ് ഐഡിയൽ മെത്തേഡ് ഓഫ് മിൽക്കിംഗ്. Next, the period between one calving and next conception in a cow is known as dash. സർവീസ് പീരീഡ് എന്നാണ് ഒരു കാൽവിങ്ങിനും നെക്സ്റ്റ് കൺസെപ്ഷനും ഇടയിലുള്ള പീരീഡിനെ പറയുന്നത്. എന്താണ് സർവീസ് പീരീഡ്? Next, based on scientific feeding for production of every 1 kilo milk, the quantity of concentrate is to be given to a cow is dash. സയൻറ്റിഫിക് ഫീഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് 1 കിലോ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര കോൺസെൻട്രേറ്റ് ആണ് നമ്മൾ കവിന് കൊടുക്കേണ്ടത്? -400 ഗ്രാമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്താണ് 400 ഗ്രാംസ് ആണ് കൊടുക്കേണ്ടത്. അടുത്തത്, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഡയറി ഫെഡറേഷൻ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. എവിടെയാണ്? ബ്രസൽസിലാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കൊളോക്വലി ടേംഡ് ആസ് കുറലടപ്പൻ എന്ന് സാധാരണ നമ്മൾ കൊളോക്യലി, അതായത് സാധാരണ സംസാര ഭാഷയിൽ വിളിക്കുന്ന ഡിസീസ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഹെമറേജിക്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഹെമറജിക് സെപ്റ്റിസീമിയ ആണ് ഏത്? നമ്മൾ
കുരലടപ്പെന്ന് സാധാരണ ഭാഷയിൽ വിളിക്കുന്നത് ഡിസീസ്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡാഷ് ഇൻ കേരള. ഏതായിരുന്നു? പാലോടാണ്. ഓക്കെ, പാലോടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, കേരളത്തിലെ പാലോട്. നെക്സ്റ്റ്, ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ലെറ്റിംഗ് ഡൗൺ ഓഫ് മിൽക്ക്. ലെറ്റിംഗ് ഡൗൺ ഓഫ് മിൽക്കിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ്? ഓക്സിറ്റോസിൻ ആണ്. ഓപ്ഷൻ ഓക്സിറ്റോസിൻ. അടുത്തത്, ദ ജസ്റ്റേഷൻ പീരീഡ് ഓഫ് ഡയറി കാറ്റിൽ ഈസ് ഡാഷ് ഡേയ്സ്. എത്ര ആണ് ജസ്റ്റേഷൻ പീരീഡ് ഓഫ് ഡയറി കാറ്റിൽ വരുന്നത്? 280 days ആണ്. ഓക്കെ, ദ ടെസ്റ്റ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് പ്രസൻസ് ഓഫ് ബഫല്ലോ മിൽക്ക് ഇൻ കൗ മിൽക്ക് ഈസ് ഡാഷ്. ഏതാണ്? ഹാൻസ ടെസ്റ്റ്. അടുത്തത്, കേസിൻ ഓർ ഫാറ്റ് റേഷ്യോ ഇൻ ചീസ് മിൽക്ക് എത്രയാണ്? ഓപ്ഷൻ എ 0.68 to 0.70 ആണ്. അടുത്തത്, അക്കോർഡിംഗ് ടു ഡേവിസ് സ്റ്റാർട്ടർ കൾച്ചേഴ്സ് ആർ ഡിഫൈൻഡ് ആസ് ഡാഷ്. ഹാർട്ട് ഓഫ് ചീസ് എന്നാണ് അതറിയപ്പെടുന്നത്. അടുത്തത്, റെനറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ഡാഷ് ഓഫ് ദ യങ് സക്ലിംഗ് കാവ്സ്. റെനറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഏതിൽ നിന്നാണ് എന്നാണ് ചോദ്യം. മാസമാണോ അബോമാസമാണോ റൂമനാണോ? അബോമാസ് എന്നാണ് റെനറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, മോസ്ട്രല്ല ചീസ് ഈസ് ഒറിജിനേറ്റഡ് ഇൻ ഡാഷ്. എവിടെയാണ് മോസ്ട്രല്ല ചീസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റലി. അടുത്തത്, ദ ലേറ്റ് ബ്ലോയിങ് ഇൻ മിൽക്ക് പ്രോഡക്ട്സ് ഈസ് ഡ്യൂ ടു ഡാഷ്. ക്ലോസ്ട്രീഡിയം sp ആണ് എന്ത്? ദ റേറ്റ് ബ്ലോയിങ് ഇൻ മിൽക്ക് പ്രോഡക്ട്സ് ഈസ് ഡ്യൂ ടു ഏതാണ്? ക്ലോസ്ട്രീഡിയം sp. അടുത്തത്, ദ കോമ്പോണൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ഫിഷി ഫ്ലേവർ ഇൻ ബട്ടർ. ബട്ടറിൽ ഒരു ഫിഷി ഫ്ലേവർ ഉണ്ടാവാനായിട്ട് കാരണം ട്രൈ മീത്തൈൽ ആമിനാണ്. ഓക്കെ, അടുത്തത്, 1 TR ഈസ് ഡാഷ് കിലോ ജൂൾസ് പെർ മിനിറ്റ്. എത്രയാണ്? ഓപ്ഷൻ എ 211. ഓക്കെ, 211 കിലോ ജൂൾസ് പെർ മിനിറ്റ് ആണ് 1 TR എന്ന് വെച്ചാൽ. അടുത്തത്, ദ ഡെൻസിറ്റി ഓഫ് ഗേബർ സൾഫ്യൂരിക് ആസിഡ് ഈസ് ഡാഷ്. എത്രയാണ്? 1.80 ആണ്. 1.80 ആണ് ഡെൻസിറ്റി ഓഫ് ഗേബർ സൾഫ്യൂരിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following is not mentioned in Food Safety Standards 10th Amendment Regulation 2016? ഏതാണ് നോട്ട് മെൻഷൻഡ്? ഓക്കെ, നോട്ട് മെൻഷൻഡ് ഇൻ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് 10th Amendment Regulation 2016 മെൻഷൻ ചെയ്യാത്തത് ആണ് ചോദിച്ചേക്കണേ. ഏതാണ്? ഷിഗല്ല sp ആണ്. ലിസ്റ്റീരിയ മോണോ സൈറ്റോജനസും ക്രോണോബാക്ടർ sp-യും ബാസിലസ് സെറസും എല്ലാം അതിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അതിൽ മെൻഷൻ ചെയ്യപ്പെടാത്തത് ഷിഗല്ല sp ആണ്. അടുത്തത്, camel milk is closest to human mother's milk. Where is the ICAR National Research Center on Camel located? എവിടെയാണ് ICAR നാഷണൽ റിസർച്ച് സെൻറ്റർ ഓൺ ക്യാമൽ ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത്? ബിക്കനറിലാണ്. ഓക്കെ, അടുത്തത്, ഡാഷ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യസ് food industry to start a fully automated bio-CNG generation and bottling plant to utilize energy from ETP. ഏതാണ്? അമൂലാണ്. അമൂലാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഫുഡ് ഇൻഡസ്ട്രി എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഫുള്ളി ഓട്ടോമേറ്റഡ് bio-CNG ജനറേഷനും അതുപോലെ തന്നെ ബോട്ട്ലിംഗ് പ്ലാന്റും ETP എന്നുള്ള എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട്. അപ്പോൾ ഏതായിരുന്നു? അമൂലാണ് അല്ലേ, ഫേമസ് ആയിട്ടുള്ളതാണ്. അടുത്തത്, ചീസ് പ്രിപ്പയർഡ് ഫ്രം വേയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ചീസാണ്. ഓപ്ഷൻസ് ബി റിക്കോട്ട ചീസാണ് നമ്മൾ വേയിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്നത്. ദ വേ പ്രോട്ടീൻ ഫ്രാക്ഷൻ ആബ്സെൻറ്റ് ഇൻ ഹ്യൂമൻ മിൽക്കിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള ഇത് എത്രയാണ്? എന്താണ്? ബെറ്റ ലാക്ടോഗ്ലോബുലിനാണ് നമ്മുടെ ഹ്യൂമൻ മിൽക്കിൽ ഇല്ലാത്തത്, ആബ്സെൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ബീറ്റ ലാക്ടോഗ്ലോബുലിൻ. നെക്സ്റ്റ്, യൂറോപ്യൻ നമ്പർ ഓഫ് കാരാജീനൻ ഈസ് ഡാഷ്. എത്രയാണ്? 407 ആണ്. ദ ഗ്രീനിഷ് ടിഞ്ച് ഇൻ ബഫല്ലോ ഗീ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബഫല്ലോ ഗീയിൽ ഒരു ഗ്രീനിഷ് ഒരു കളർ പോലെ നമുക്ക് തോന്നും. അത് എന്തിൻ്റെ പ്രസൻസ് കാരണമാണ്?
ബിലി വേർഡിൻ്റെ പ്രസൻസ് കാരണമാണ്. The calibration temperature of seal lactometer in Kerala is dash degree Celsius. എത്രയാണ്? 29 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തത് the organism present in Yakult is dash. ഏതാണ്? ഓപ്ഷൻ എ പാരാസീസി ആണ്. The organism present in Yakult ഏതാണ്? പാരാസീസി. അടുത്തത് മൾട്ടി ഫ്ലേവർ ഡിഫക്റ്റ് ഈസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഡാഷ്. ഏതാണ്? 3-methyl ബ്യൂട്ടനലിൻ്റെ പ്രൊഡക്ഷൻ കാരണമാണ് മൾട്ടി ഫ്ലേവർ ഡിഫക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ. നമ്മുടെ ചാനലിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണാം. ഓരോ ചോദ്യവും ഓരോ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ പോയിട്ട് വീഡിയോസ് നോക്കി കാണണമെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒന്നുകൂടി ചില പോയിൻറ്റ്സ് നോക്കാണ്ട്. അപ്പോൾ ഒന്ന് ഓർക്കാനായിട്ട് നമുക്ക് നോക്കാം. ദ കാലിബ്രേഷൻ ടെമ്പറേച്ചർ ഓഫ് സീൽ ലാക്ടോമീറ്റർ കേരളത്തിൽ എത്രയായിരുന്നു? 29 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ യൂറോപ്യൻ നമ്പർ ഓഫ് കാരഗീനൻ എത്രയായിരുന്നു? 407 ആണ് അല്ലേ. അതുപോലെ 1 TR എത്രയായിരുന്നു? 211 കിലോ ജൂൾസ് kg പ്ലസ് ബാർ മിനിറ്റ് ആണ്. അടുത്തത് ഡെൻസിറ്റി ഓഫ് ഗർബർ സൾഫ്യൂരിക് ആസിഡ് എത്രയായിരുന്നു? 1.80. ജെസ്റ്റേഷൻ പീരീഡ് ഓഫ് കാറ്റിൽ ഓർമ്മയുണ്ടോ? 280 days ആണ് ജെസ്റ്റേഷൻ പീരീഡ് വരുന്നത്. അടുത്തത് കാസിൻ അല്ലെങ്കിൽ ഫാറ്റ് റേഷ്യോ ചീസ് മിൽക്കിൽ എത്രയാണ്? 0.68 to 0.70 ആണ് അല്ലേ. സയൻറ്റിഫിക് ഫീഡിങ്ങിനനുസരിച്ചിട്ട് എവ്രി 1 kg മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോൺസെൻട്രേറ്റ് കൊടുക്കണം? 400 grams കോൺസെൻട്രേറ്റ് കൊടുക്കണം. ഫ്രീസിങ് പോയിൻ്റ് ഓഫ് കൗ മിൽക്ക് എത്രയായിരുന്നു പറഞ്ഞത്? 0.555 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അല്ലേ. 0.555 ഡിഗ്രി സെൽഷ്യസ്. ബൗണ്ട് വാട്ടർ മിൽക്ക് എന്താണ്? 50% കാസിനും 30% ആൽബുമിനും ഗ്ലോബുലിനും. ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഫോർ ഗ്രോത്ത് ഓഫ് ലാക്റ്റിക് സ്റ്റാർട്ടേഴ്സ് ആയ സ്ട്രെപ്റ്റോകോക്കസ് ലാക്റ്റി പോലുള്ളതിൻ്റെ ഇത് എത്രയായിരുന്നു? 27 to 32 ഡിഗ്രി സെൽഷ്യസ്. ഹേ മേക്കിങ്ങിൽ മോയ്സ്ചർ എത്രയാണ് പറഞ്ഞത്? ഫോറേജ് ക്രോപ്പിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് 50 to 20% നമ്മൾ കുറയ്ക്കുമെന്ന് പറഞ്ഞു. അതുപോലെ നോക്കേണ്ടത് സീഡ് റേറ്റ് പെർ ഹെക്ടർ റിക്വയർഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മെയ്സ് ബൈ ഡിബ്ലിംഗ് എത്രയാണ്? 40 to 60 kgs ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ പരമാവധി വല്ലയിടത്തും ഷോർട്ട് നോട്ടായിട്ട് എഴുതി വയ്ക്കുക പഠിക്കാനായിട്ട് എളുപ്പത്തിന്. ഫ്ലോർ സ്പേസ് റിക്വയർഡ് ഫോർ എ കൗ ഇൻ ദ കവേർഡ് ഏരിയ ഓഫ് ലൂസ് ഹൗസ് എത്രയായിരുന്നു? 3.5 meter² ആണ്. മിനിമം ലെവൽ ഓഫ് ഇലൂമിനേഷൻ റിക്വയർഡ് ഇൻ ദ ലബോറട്ടറി ഓഫ് ഡയറി പ്ലാന്റ് എത്രയാണ്? 41 watt/meter² ആണ്. ഇനി ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു യൂറത്തേൻ അല്ലേ. -200 ഡിഗ്രി സെൽഷ്യസ് to 120 ഡിഗ്രി സെൽഷ്യസിൽ ഉപയോഗിക്കുന്നത് യൂറത്തേനാണ്. ഇനി അടുത്തത് പിന്നെ ഏതാ പറഞ്ഞ? -50 ഡിഗ്രി to 150 ഡിഗ്രി പറഞ്ഞത് ഓർമ്മയില്ലേ? പോളിസ്റ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നല്ലപോലെ പഠിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയും പറയാണ് നല്ലപോലെ റിവൈസ് ചെയ്യുക. ഇനിയിപ്പോൾ റിവിഷൻ്റെ ടൈമാണ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ഫുൾ സിലബസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറും നമ്മൾ ഈ കുറച്ച് ദിവസങ്ങൾ ക്ലാസ്സസ് കൂടുതലായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.